നമസ്കാരം, ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിക്കിലോസ് ഓണത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ടാണ് നമുക്ക് വിക്കിലോസ് ഓണത്തിലേക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വിക്കിപീഡിയയിൽ അക്കൗണ്ട് എടുക്കുക. വിക്കിപീഡിയയിൽ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് കോമൺസും ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കോമൺസിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ഫോട്ടോസ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ 54 ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ലത് പഴയ ഫോട്ടോസാണ് ഇതിലത്ത് കിടക്കുന്നത്. ഏത് വർഷം എടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് സെപ്റ്റംബർ 1 മുതൽ 30 വരെ ആവണമെന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ VNA നടന്ന പരിപാടി കുറച്ച് ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പേജിലെത്തും. ഇനി നമ്മളിവിടെ സെലക്ട് മീഡിയ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാനത് ഡൗൺലോഡ് ഫോൾഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ഫോട്ടോസാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഞാനതിനെ ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫയൽസ് അപ്ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഫയൽസ് അപ്ലോഡായി. ഇനി കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ദീസ് ആർ മൈ ഓൺ വർക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ലൈസൻസിലാണ് കൊടുക്കുന്നത്. ഞാൻ CC/SA 4 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്ലീസ് സെലക്ട് ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പർപ്പസ്. ദിസ് പ്രൊവൈഡ്സ് നോളേജ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ ടു അവേഴ്സ്. അല്ലെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ യൂസിനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു നോളേജാണ്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വേറെയും ചോദ്യങ്ങളുണ്ട്. ദീസ് ആർ എൻറ്റയർലി മൈ വർക്ക്. ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയതാണോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് എൻ്റെ വർക്ക് ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത മൊബൈൽ എടുത്തതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതാണ്. ഇവിടെ എന്തായാലും ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോ എടുത്തതിലുള്ള പേര് ഉപയോഗിക്കരുത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് പേര് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാനതിന് കൊടുക്കാൻ പോകുന്നത് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ക്യാപ്ഷനും അത് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ക്യാപ്ഷൻ കൊടുക്കാം. വിക്കിലോസ് ഓണം എന്നുള്ള കാറ്റഗറിയുടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ പേജിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാറ്റഗറി വരുന്നത് കാണാം. ഇതിൽ നമുക്ക് സബ് കാറ്റഗറി സബ്ജക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് വരുന്നത് ഒരു ഗ്യാതറിങ്ങിലാണ് പെടുത്താൻ എനിക്ക് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങളൊക്കെ കോപ്പി ടു അതർ അപ്ലോഡ്സ് കൊടുത്താൽ എല്ലാം ഓട്ടോമാറ്റിക്കലി 2, 3 നമ്പർ ഒന്നിങ്ങനെ അപ്ലോഡ് ആയിക്കോളും. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഇത്രയാണ് എനിക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളത്. ഇനി ഞാനിതിനെ പബ്ലിഷ് ഫയൽസ് എന്ന് കൊടുത്താൽ എൻ്റെ ഫോട്ടോസ് അതിൻ്റെ ഭാഗമായി അപ്ലോഡ് ആയിക്കഴിഞ്ഞു. നമുക്കിതിന്ന് ഇങ്ങനെ കോപ്പി ചെയ്ത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കോമൺസിൻ്റെ ഹോം പേജിലാണ് പോകുന്നത്. നമുക്ക് പ്രോഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ഫോട്ടോസ് നോ എന്നുള്ളതൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 60 ഫോട്ടോ ആയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റ് വീഡിയോസോ ഓഡിയോസോ എന്താണെങ്കിലും ഓണം റിലേറ്റഡ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.